സയോൺ ചർച്ചക്കോട് അലയിലെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ജോസ് മലിശ്ശേരി നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസനെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കടന്നു വന്നതിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ താബോർ ചർച്ചിലേക്ക് പ്രത്യേകമായിട്ട് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സ്വർഗം നിയോഗിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലവു ലൂക്ക് USA ജോലിയോടൊപ്പം അവിടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാൽക്കാലം ജോലിയുടെ ബ്രേക്കിന്റെ സമയത്താണ് നമുക്ക് വേണ്ടി ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വചനത്തെ വളരെയധികം സ്നേഹിക്കുകയും ആഴത്തിൽ പഠിക്കുകയും അനേകരോട് വചനം പറയുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ഉള്ളത്തിന്റെ താല്പര്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം താബോർ ചർച്ചിന്റെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും നാമത്തില് കർത്താവിന്റെ ദാസനെ അടിയനിലെ നടുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് 1 മണിക്കൂർ സമയം കർത്താവിന്റെ ദാസന്റെ വചന ശുശ്രൂഷ വേർതിരിഞ്ഞു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷ് ബ്രദറും ചർച്ചും എല്ലാം ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നതിനായിട്ടും മൈ ഗ്രീറ്റിംഗ്സ്. നമ്മൾ ഫിലിപ്പിയൻ ലേഖനം പഠിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫിലിപ്പിയൻ ലേഖനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. നാളെ തൊട്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ പഠിക്കാമെന്ന് ഓർക്കുന്നതാണ്. വിത്തിൻ 5 weeks we should be able to finish it. എനിക്ക് അവിടുത്തെ എത്ര മണി വരെ 9:30 വരെയാണ് പോകാൻ പറ്റുന്നത്. 9:30 ഒരു 10-15 മിനിറ്റ് മുന്നോട്ട് പോവാം. ശരി. നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഐ വുഡ് എൻകറേജ് എവറി വൺ, എല്ലാവരും എന്താ പറയണ്ടേ, എഴുതി എടുക്കുവാണെങ്കിൽ ഗുഡ്. റൈറ്റ് ഡൗൺ. ഞാനും കുറച്ച് നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം, ചേർന്ന് പഠിക്കാം. എന്നിട്ട് നാളെ മുതൽ ടുവേർഡ്സ് ദി എൻഡ് ഒരു ലാസ്റ്റ് 10 minutes I'll make sure that we'll have a time where നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ആൻസർ ചെയ്യാനായിട്ട് ലാസ്റ്റ് 15 minutes we'll dedicate from tomorrow onwards. ഇന്ന് ഇൻട്രൊഡക്ഷൻ ആണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്താണ് പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ടെൽ മീ, സന്തോഷ് ബാബുനോട് പിന്നെ പറഞ്ഞാൽ മതി, മലയാളം മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ബട്ട് വൈ ഷുഡ് ബി ലേൺ ബുക്ക് ഓഫ് ഫിലിപ്പീൻസ്? എന്തിനാണ് നമ്മൾ ഈ പഠിക്കുന്നത്? ഈ 5 ആഴ്ചയും കൊണ്ട് ദിവസം വായിച്ചാൽ നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ചർച്ചായിട്ട് നമ്മൾ ചേർന്ന് വരുന്നതും കൊണ്ടാണോ പഠിക്കുന്നത്? ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ പൗലോസ് ഒരു സെൻട്രൽ തീം പറയുന്നുണ്ട്. എന്തിനാണ് ഈ ബുക്ക് എഴുതിയെന്നുള്ളത്. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇതിന് പറയുന്നത്, have this mind among you, have this mind among you, which is yours in Christ Jesus, which is yours in Christ Jesus. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഉദ്ദേശം, ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനുള്ള ഭാവം ഉണ്ടായിരിക്കണം. അതാണ് അല്പം കൂടെ ശബ്ദം വേണേ, ഉറക്കെ പറയാം. ഷുവർ. ഇപ്പൊ ക്ലിയർ ആണ് കുറച്ചുകൂടെ? ഇപ്പൊ ക്ലിയർ ആണ് കുറച്ചുകൂടെ? നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ, നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നതിന്റെ ഉദ്ദേശവും ക്രിസ്തുവിനുള്ള ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഫിലിപ്പിയൻ ലേഖനം അല്ലാതെ ഫിലിപ്പിയൻ ലേഖനത്തെ കുറിച്ച് ഗഹനമായിട്ട് പഠിച്ചിട്ട് ഒരു തിയോളജിക്കൽ ലെവലിൽ അതിന്റെ ഡെപ്ത് അറിയുന്നത് മാത്രമല്ല, അതും വേണം, അതും പഠിക്കണം. ബട്ട് മെയിൻ ഇന്റൻഷൻ is to have the mind of Christ. ഒരു ട്രാൻസ്ലേഷൻ പറ, to have the attitude of Christ. ഇനി കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഗ്രീറ്റിംഗ്. എങ്ങനെയാണ് പൗലോസ് ഈ സഭയെ ഗ്രീറ്റ് ചെയ്തത്, വന്ദനം ചെയ്തത്? ഫിലിപ്പി സഭ എന്ന് പറയുന്ന, ചേർച്ച് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എവിടെ ആയിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പഠിക്കും. എന്നിട്ട്
പൗലോസിന് ഈ ചർച്ചുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? പൗലോസിന് ഈ സഭയായിട്ട് എന്തായിരുന്നു ബന്ധം? പൗലോസിന് പല സഭകളോടും പല രീതിയിലുള്ള ബന്ധമായിരുന്നു. എന്നാൽ ഈ സഭയോട് എന്തുമായിരുന്നു ബന്ധം? ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ സാധിക്കും? ഇതിന്റെ സെൻട്രൽ തീം എന്തൊക്കെയാണ് ഇതിന്റെ സെൻട്രൽ തീം? പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയെന്ന് നമുക്കറിയാം. എന്നാൽ പൗലോസ് കാരാഗ്രഹത്തിൽ ആയതുകൊണ്ട് എന്ത് പ്രയോജനം ദൈവമക്കൾക്കുണ്ടായി? അതുകൂടാതെ ഒരു കാര്യം കൂടി ഒന്ന് പഠിക്കാൻ, ഈ സഭയുടെ ജനനം എങ്ങനെയുണ്ടായി? ഞാനത് അവസാനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഇത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നല്ല ഉറപ്പ് വേണം: ക്രിസ്തുവിലുള്ള ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് വായിക്കാൻ ഉറക്കെ വായിച്ചാൽ, അതിന് പുൾപിറ്റ് സ്പീഡ് എന്നാണ് പറയുന്നത്. ഉറക്കെ വായിച്ചാൽ, ഇപ്പം ഞാൻ ഇങ്ങനെ വായിക്കുക, പോൾ ആൻഡ് ടിമത്തി സെർവൻസ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്നത് പുൾപിറ്റ് സ്പീഡ് എന്ന് പറയും. അങ്ങനെ ഈ പുസ്തകം മൊത്തം വായിച്ചാൽ ഇത് 14 മിനിറ്റ് എടുക്കത്തുള്ളൂ ഈ പുസ്തകം വായിക്കാൻ. 104 വാക്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഇന്ന് ഈ ദൈവ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഒന്ന് വീട്ടിലെ ഫാമിലി പ്രയറിൽ ഇതൊന്ന് ഉറക്കെ വായിക്കണം. ഈ 104 വാക്യങ്ങൾ ഉറക്കെ വായിക്കണം. 14 മിനിറ്റ് എടുക്കത്തുള്ളൂ, അത് കൂടുതൽ എടുക്കത്തില്ല കേട്ടോ. അത് എന്റെ സ്പീഡാണ്, നിങ്ങൾ വായിച്ചാൽ അത് കൂടുതൽ സ്പീഡിൽ വായിക്കും. എന്നാൽ ഈ 104 വാക്യങ്ങളും 18 പ്രാവശ്യം പൗലോസ് ജോയ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു തീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എഴുതുമ്പോൾ പൗലോസ് ജയിലിൽ നിന്നാണ് എഴുതുന്നത്. ഒരു വലിയ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ചക്സ്വൻഡോൾ പറഞ്ഞതാ, ഇന്നത്തെ ക്രിസ്തീയ കോളത്തിന് നിലനിൽക്കാൻ 3 നേരം ടാബ്ലറ്റിന്റെ ആവശ്യമുണ്ട്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. അത് ഫിലിപ്പീൻ ലേഖനം എടുത്താൽ മതി, സന്തോഷിക്കാൻ ക്രിസ്തീയ കോളം പഠിക്കുക. നമ്മുടെ പ്രയാസത്തിന് മധ്യ ഇപ്പൊ ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തും പല പല പ്രയാസങ്ങൾ ലോകത്ത് നടക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കാര്യമാണ് കർത്താവിനുള്ള സന്തോഷം. പറഞ്ഞായിട്ട് ദ ജോയ് ഇൻ ദ ലോർഡ്. കാരണം നമുക്കുള്ളത് ഹാപ്പിനെസ്, ജോയ് അല്ല. മലയാളത്തിൽ 2 പദം ഒന്ന് തന്നെ ആണെങ്കിൽ ഹാപ്പിനെസ് ഇസ് ഡ്രിവൺ ബൈ സർക്കംസ്റ്റാൻസസ്. മറന്നുപോകില്ല, ഹാപ്പിനെസ് ഇസ് ഡ്രിവൺ ബൈ സർക്കംസ്റ്റാൻസസ്. ജോയ് ഇസ് ഫ്രം ദ ലോർഡ്, ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ്. വാക്കുകളിൽ നിന്ന് വിവരിക്കാൻ പറ്റാത്തതാ ജോയ്. ഒരു ക്രിസ്തുവിനുള്ള ഭാവവും ക്രിസ്തുവിൽ ആനന്ദിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ. ഇനി ദൈവമക്കളെ കാണുമ്പോൾ ചിരിയില്ലാത്ത ദൈവമക്കളെ കാണാൻ പാടില്ല. എന്തായിരിക്കണം? സന്തോഷമുള്ളവരായി തീരണം. ഇന്നുള്ള ദൈവമക്കളെ കണ്ട, പലരെ കണ്ട ഇപ്പൊ തൊട്ട പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന ഒരു ആത്മീയതോടാണ് നമുക്ക്. ജയിലിൽ നിന്ന് എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു റിജോയ്സ് ഇൻ ദ ലോർഡ്. നമ്മളതൊക്കെ വാക്യമായിട്ട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അന്നേരം 1, ഹാവ് ദ മൈൻഡ് ഓഫ് ഗോഡ്. 2, ജോയ് വാസ് ദ സെൻട്രൽ തീം ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങൾക്ക് പോലും യേശുവിന്റെ മടിയിൽ ഇരിക്കാൻ സന്തോഷമായിരുന്നു. സാഹചര്യത്തിൽ കൂടെ അല്ല എന്ന് പഠിക്കാൻ വേണ്ടി യോഹന്നാൻ 15:11 വാക്യത്തിൽ യേശു പറഞ്ഞു, I have told you these things that your joy is complete, that my joy will be with you. ഇത് പറഞ്ഞത് യേശു ക്രൂശിൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പെയാ. യേശുവിന് അറിയായിരുന്നു. അന്നേരം സാഹചര്യങ്ങളല്ല നമുക്ക് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ജോയ്. ഞാനൊരു ഇൻട്രഡക്ഷനായിട്ട് പറയാം. അല്ല, സഹോദരന് അറിയത്തില്ല എന്റെ അവസ്ഥ എന്താന്ന് അറിയത്തില്ല, അതുകൊണ്ടാ സന്തോഷിക്കണമെന്ന് പറയുന്നത്. പൗലോസ് ജയിലിൽ കാരാഗ്രഹത്തിൽ നിൽക്കുമ്പോൾ എഴുതുമ്പോഴും യേശു മരണത്തിന് മുമ്പ് എഴുതുമ്പോഴും that your joy is complete. ആ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിലുള്ള ഭാവം, ക്രിസ്തുവിലുള്ള സന്തോഷം. എന്റെ പ്രാർത്ഥന സന്തോഷത്തിൽ വിളിച്ച് ഫിലിപ്പി ലേഖനമാണ് പറഞ്ഞപ്പോ തൊട്ട് എന്റെ പ്രാർത്ഥന ചെയ്തു, അദ്ദേഹം ഈ ക്ലാസ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ 2 കാര്യം കിട്ടണേ. എന്തൊക്കെയാ? ക്രിസ്തുവിലുള്ള ഭാവവും ക്രിസ്തുവിലുള്ള സന്തോഷവും. പ്രൈസ് ദി ലോർഡ്. അതാ ഉദ്ദേശം കേട്ടോ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം നേരത്തെ അങ്ങ് പറയാം കേട്ടോ. ക്ലാസിന്റെ ഒരു ഇൻട്രഡക്ഷൻ.
ഈ സഭയുടെ പ്രത്യേകത അത് തന്നെയല്ല, ദൈവവചനം നമ്മൾ പഠിക്കുന്നത് എന്തിനാ? അറിവിനല്ല എന്ന് ഒന്ന് മനസ്സിലാക്കാൻ. 2 തിമോത്തിയോസ് 3:16 വാക്യത്തിൽ പറയുന്നത്, all scriptures are God breathed. It is useful for teaching, rebuking, correcting, training in righteousness. അങ്ങനെ വിശുദ്ധിയോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സ്വരൂപം ലഭിക്കാൻ വേണ്ടിയാണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? എന്തിനാ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്? ക്രിസ്തുവിനുള്ള ഭാവം നമുക്ക് നഷ്ടപ്പെടുന്നത്. ദ ഇമേജ് ഓഫ് ഗോഡ് ഇസ് ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു കിട്ടാൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ടീച്ച്, റിബ്യൂക്ക്, കറക്റ്റ് ആൻഡ് ട്രെയിൻ. ഓക്കെ, അത് ഓരോന്നും ഓരോ കാര്യങ്ങളും. ബട്ട് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ദൈവവചനം പഠിക്കുന്നത് ഒരു തീരുമാനം, ഞാൻ ഇനി എങ്ങോട്ടാ പോകേണ്ടത്, അങ്ങനെ എളുപ്പം തുറന്നിട്ട് ഒരു വാക്യം കിട്ടുമ്പോൾ ആ വാക്യത്തിനനുസരിച്ച് ഇന്ന് നല്ല ദിവസമായിരിക്കാം എന്ന് പറയുന്നതിനല്ല ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. The word of God is given to you and me so that I will have the image of God and I will walk in righteousness. നീതിയോടുകൂടെ നടക്കാനാ ദൈവം നമുക്ക് ദൈവവചനം തന്നിരിക്കുന്നത്. ആ 3 കാര്യങ്ങൾ മനസ്സിലോർത്തോണം. ദൈവത്തിന്റെ ഭാവം നമ്മൾ ഉണ്ടാകാനും, കർത്താവിന്റെ സന്തോഷം ഉണ്ടാകാനായിട്ടും, കർത്താവിന്റെ സ്വഭാവത്തിൽ നീതിയോടുകൂടെ നടക്കാനാ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു അതിയായ സ്നേഹം ദൈവവചനത്തോട് ഉണ്ടായിരിക്കണം. ആ ഒരു ലവ്, ആ ഒരു ഇന്റൻസിറ്റി ദൈവവചനം പഠിക്കാൻ ഉണ്ടായിരിക്കണം, വായിക്കാൻ ഉണ്ടായിരിക്കണം. ഐ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ക്ലാസിനെ കുറിച്ച്. ഫിലിപ്പിയൻ ചർച്ച് തുടങ്ങുന്നത് ഇങ്ങനെ. ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ്, പോൾ ആൻഡ് ടിമോത്തി, servants of Christ Jesus, to the saints in Christ Jesus who are at Philippi. അതായത് ഒന്ന്, ഈ എഴുതിയിരിക്കുന്ന പുസ്തകം ദൈവമക്കളോടാ, അവിശ്വാസികളോടല്ല. The saints in Philippi എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ട് ഇനി കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫിലിപ്പായിലുള്ള ദൈവജനത്തിനോട്, സഭയോട് എഴുതുന്ന ലേഖനമാണ് ഈ പുസ്തകം. ദിസ് ഇസ് റെലവന്റ് ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? അന്നേരം ഇതിന്റെ റെലവൻസ് ഒരു അവിശ്വാസിക്കല്ല, ഒരു വിശ്വാസിക്കാം. അന്നേരം നമ്മൾ ഈ പഠിക്കുന്നത് മൊത്തം is for us to understand how a believer should behave. മനസ്സിലായോ? Your belief system should impact your behavior. എന്റെ വിശ്വാസം എന്റെ നടപ്പിനെ ബാധിക്കണം. മനസ്സിലായോ? എന്റെ വിശ്വാസം എന്റെ നടപ്പിനെ ബാധിക്കണം. എന്റെ നടപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന് പഠിക്കുന്ന ഒരു പുസ്തകം. ആരാ എഴുതിയത്? പോൾ ആൻഡ് ടിമോത്തി ഹു സെർവ് ദ ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പൗലോസും തിമോത്തിയോസും എന്നുമാണോ എഴുതിയിരിക്കുന്നത്? There is a huge difference between serving God and servant of God. മനസ്സിലായോ? There is a huge difference between serving God and servant of God. എനിക്ക് മനസ്സില്ലാതെ സഭയിലെ കസാരയൊക്കെ എടുത്തിടാൻ പറ്റും. ദാറ്റ് ഇസ് സർവീസ്. എന്നാൽ ഞാൻ സഭയുടെ വേലക്കാരനാണെന്ന് വിചാരിച്ചു എനിക്ക് കസാര ഇടാൻ പറ്റും. ദാറ്റ് ഇസ് എ സെർവന്റ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും കർത്താവിന് ഒരു ഫേവർ ചെയ്യുന്നതല്ല, ശുശ്രൂഷ ചെയ്യുന്നത്. യു ഡു ദി സർവീസ് ഓഫ് ഗോഡ് ബിക്കോസ് യു ആർ ദ സെർവന്റ് ഓഫ് ഗോഡ്. കർത്താവിന്റെ ബോണ്ട് സെർവന്റ് ആണ് ഇത് എഴുതിയത്. അങ്ങനെ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരല്ല ആരായിരിക്കണം? കർത്താവിന്റെ സർവീസ് ചെയ്യുന്നവരല്ല, സെർവന്റ് ആയിരിക്കണം. You and me, the greatest privilege and identity that I have in this world is that I am the servant of God. That's our introduction. Okay, I want you to dwell in it. Okay, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിനെക്കാട്ടിയുള്ള പ്രിവിലേജാ to be the servant of God. ഈ സഭ, ഫിലിപ്പിയർ സഭ, യൂറോപ്പിൽ ആദ്യമായി ദൈവം സ്ഥാപിച്ച സഭ. The first church in Europe. പൗലോസ് അവിടെ പോകുമെന്ന് വിചാരിച്ചതല്ല.
ഈ സഭയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തെക്കുറിച്ചൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിലിപ്പായി എന്ന് പറയുന്ന സ്ഥലം, മാസിഡോണിയയിൽ ഫിലിപ്പായി എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പുള്ളിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് ചക്രവർത്തി ഈ സ്ഥലത്തിനിട്ട പേരാ ഫിലിപ്പായി എന്ന് പറയുന്നത്. BC 357 ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേരിട്ടത്. ഇന്ന് മോഡേൺ ഡേ ഗ്രീസ് ആണിത്. ഇത് ഗ്രീസിലുള്ള സ്ഥലമാണ്. ഇത് യെറുസലേമിൽ നിന്ന് 700 മൈൽ ദൂരെയാണ്. ഞാനിത് പറയുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഗോഡ്സ് വർക്ക് വാസ് മാനിഫെസ്റ്റഡ്. ഒരു രീതിയിലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ എല്ലാ റൂട്ടും ഈ ഫിലിപ്പായി കൂടെ പൊക്കോണ്ടിരുന്നത്. അതിനായി ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായി. അതുകൊണ്ട് എന്തോ പറ്റിയെന്ന് പറയുന്നത്, അഗസ്റ്റസ് സീസറിന് അടിയിലുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ഭടന്മാർ, ദ റോമൻ സോൾജേഴ്സ്, നമ്മൾ വെറ്ററൻസ് എന്ന് പറയുന്നവര് സെറ്റിൽ ചെയ്യാൻ കൊടുത്ത സ്ഥലമായത്. എന്നാൽ ഇവിടെ താമസിക്കുന്നവരാരാ? റിട്ടയർ ചെയ്ത സോൾജേഴ്സ് കൂടുതലും താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫിലിപ്പായി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരെല്ലാം റോമൻ പൗരന്മാരാ. അവിടെ ഉള്ളവർക്കെല്ലാം റോമിലുള്ള സിറ്റിസൺഷിപ്പിന് ഉണ്ടാകുന്ന അനേകം ബെനിഫിറ്റുമുണ്ട്. ഇതൊരു കുഞ്ഞു സ്ഥലമല്ല. ഇറ്റ്സ് എ ഡിസ്റ്റിങ്ഷ്ഡ് സിറ്റി. ദൈവവചനം അവിടെ പോകാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു സിറ്റി. കാരണം നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈ ക്ലാസ് സൊസൈറ്റി ഇൻ എ വെരി പോഷ് സിറ്റി, which is a rich and privileged city where they live a retired life. കേട്ടിട്ടുണ്ടോ? നമ്മളങ്ങനല്ലേ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് ഇഷ്ടം പോലെ പൈസ ആയിട്ട് ഒരു 4 നില വീടൊക്കെ വെച്ച് ഒരു നല്ല ഒരു ലേക്ക് ഫേസിങ് സ്ഥലത്ത് പോയി താമസിക്കണം എന്ന് ലോകത്തിലെ മനുഷ്യരാ പറയുന്നത് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു സിറ്റിയായത്. അടിപൊളിയായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. അതാണ് ഫിലിപ്പായി എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ദൈവം ആ സിറ്റിയെ തൊട്ടു. പൗലോസ് ആഗ്രഹിച്ചതല്ല ഈ സിറ്റിയെ തൊടാൻ. പൗലോസ് ആഗ്രഹിച്ചതല്ല ഈ സിറ്റിയെ തൊടാൻ. ഈ ഒരു ദിവസമേ ഉള്ളൂ നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് കേൾക്കാൻ, കേട്ടോ. അതുകൊണ്ട് ബട്ട് ഹിസ്റ്ററി ഒന്ന് പഠിച്ചോ, നല്ലതാ. ഒത്തിരി കാര്യങ്ങൾ അടുത്ത വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാവും. പല സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഭകൾ എങ്ങനെ ഉണ്ടായെന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ തപ്പണം. സഭ എങ്ങനെ ഉണ്ടായെന്ന് എവിടെ തപ്പണം? ചരിത്ര പുസ്തകങ്ങൾ തപ്പണം. എന്നാൽ ചില സഭ എങ്ങനെ ജനിച്ചെന്ന് വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഡിസ്ക്രിപ്റ്റീവായിട്ട് ഈ സഭയുടെ ജനനം വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ബിഥ്നിയയിലേക്ക് പോകാനായിട്ട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 8 മുതൽ താഴെ ആ 16-ാം അധ്യായം തീരുന്നിടം വരെ, 8-ാം വാക്യം മുതൽ അതിന്റെ 16-ാം അധ്യായം തീരുന്നിടം വരെ ഈ സഭയുടെ ജനനം പറഞ്ഞിട്ടുണ്ട്. ഈ സഭയുടെ ജനനം പറഞ്ഞിട്ടുണ്ട്. ഈ സഭയുടെ ജനനം പഠിക്കുമ്പോൾ നിങ്ങൾ ചരിത്രം കൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ദമസ്കോസിൽ വെച്ച് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് നിങ്ങളുടെ ചരിത്രം അന്നോർത്ത് ശ്രദ്ധിക്കാതിരിക്കല്ലേ, ഇതിനൊക്കെ ഒത്തിരി ആഴമുണ്ട്. ദമസ്കോസിൽ പൗലോസിനെ കർത്താവായ യേശു ക്രിസ്തു കാണുമ്പോൾ AD 37 അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം വരുമ്പോൾ 14 വർഷം കഴിഞ്ഞു. 13-ാം അധ്യായത്തിൽ ഒരു മിഷണറി വിളി ഉണ്ടാകുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞത്, അന്ത്യോക്യയിലുള്ള സഭ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും മാറ്റുവാനായിട്ട് കർത്താവ് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്ര AD 48. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ ജെറുസലേം കൗൺസിലും ബർന്നബാസും പൗലോസും പിരിയുന്നതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. AD 49 മുതൽ 51 വരെ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അന്നേരം നിങ്ങൾ ഓർത്തോണം, പൗലോസ് അന്നേരം ഇപ്പം തികഞ്ഞ ഒരു മിഷണറിയായി. 37 മുതൽ 51 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒരു 14 വർഷത്തെ ആത്മീയമായിട്ടുള്ള പോരാട്ടത്തിന്റെ എല്ലാ എക്സ്പീരിയൻസും ആർക്കുണ്ട്? പൗലോസിനുണ്ട്. അന്നേരം ബിഥിനിയയിലൊക്കെ പോകുമ്പോഴത്തേക്കിന് പൗലോസ് ഫസ്റ്റ് മിഷണറി യാത്ര കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാൻ പ്രാപ്തനായ ഒരു മനുഷ്യന്. എന്നാൽ 51-ൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബെഥനിയയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. അന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. എന്തുവാ സ്വപ്നം കണ്ടേ? എങ്ങോട്ട് പോകണം? മാസിഡോണിയയിലേക്ക് പോകണം. അന്നേരം ദിസ് ചർച്ച് ഇസ് ബോൺ ഔട്ട് ഓഫ് എ വിഷൻ ഫ്രം ദ ലോർഡ്. അന്നേരം ഒരു കൊച്ചു ചർച്ച അല്ല, ഇല്ലയോ? ദിസ് ചർച്ച് ഇസ് ബോൺ ഔട്ട് ഓഫ് എ വിഷൻ where God directed Paul's step differently. പൗലോസിന്റെ യാത്ര തന്നെ മാറ്റിയ, അല്ലെങ്കിൽ വഴിമാറി മാസിഡോണിയയിലെത്തി. കാരണം പൗലോസ് മാസിഡോണിയയിൽ പോകാൻ ഇത്രയും പോഷായ ഒരു സിറ്റി പോകേണ്ട ആവശ്യമുണ്ടോ? ഇനി അവിടെ ചെന്നിട്ട് there are 3 converts. ഇത് 3 സൂപ്പർ നാച്ചുറൽ. 14 വർഷത്തിന് ശേഷം പൗലോസ് അവിടെ ചെല്ലുമ്പോൾ, പൗലോസ് അവിടെ ചെന്നിട്ട് ആദ്യത്തെ കൺവേർട്ട്, യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് ഒരു സ്ത്രീയാണ്. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് ഒരാളുടെ ഹൃദയം തുറന്ന് സഭ ജനിച്ചു. ആരുടെ ഹൃദയം തുറന്ന്? ലിഡിയയുടെ ഹൃദയം തുറന്നെന്നാ പറയുന്നത്. ലിഡിയയുടെ ഹൃദയം തുറന്നു. സോ ദ വിഷൻ ഇസ് സൂപ്പർ നാച്ചുറൽ. The first convert is supernatural. And the first convert is an odd one. പ്രതീക്ഷിക്കാത്ത ഒരാളാ അവിടെ കർത്താവിൽ വരുന്നത്. ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ലൂക്കോസ് വളരെ പൗലോസ് കൂടെയും പത്രോസിൽ കൂടെയും സഭ എങ്ങനെ വളർന്നു എന്ന് വളരെ ധൃതിക്ക് എഴുതുന്ന കൂട്ടത്തിൽ സ്റ്റാറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പൗലോസ് ലിസ്ട്രയിൽ ചെല്ലുന്നു, ലിസ്ട്രയിൽ അന്റിയോക്യ യാത്രയാ, അവിടെ 3 കൊല്ലം നിന്നു, ഒരു വാക്തറേ ഉള്ളൂ. എന്നാൽ പൗലോസ് ലിഡിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ലിഡിയ വാസ് ഇൻ ദ സിറ്റി ഓഫ് ടൈട്രിയ, എ സെല്ലർ ഓഫ് പർപ്പിൾ ഗുഡ്സ്, എ വർഷിപ്പർ ഓഫ് ഗോഡ്. ഒരു വെൽത്തി ആയിട്ടുള്ള, കർത്താവിൽ വരാൻ വലിയ സാധ്യതയൊന്നുമില്ലാത്ത നല്ലൊരു ബിസിനസ് വിമനെ കർത്താവ്, പ്ലേസ് ഓഫ് പ്രേയർ, വി മെറ്റ് എ സ്ലേവ് ഗേൾ who had a spirit of divination and brought her owners much gain by fortily. പുറകെ നടന്ന് ശല്യം ചെയ്ത് അതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് എളുപ്പം പറയട്ടെ, പൗലോസ് പറഞ്ഞ് ഈ ദുരാത്മാവ് പോയി അത്ഭുതമായിട്ട് കർത്താവ് കൊണ്ടു ചെന്ന, ആദ്യമായിട്ട് കർത്താവ് ഹൃദയം തുറന്ന സഭയിൽ ഇപ്പോൾ എവിടെ എത്തി? ജയിലിലെത്തി. ഇപ്പൊ എവിടെ എത്തി? ജയിലിലെത്തി. പൗലോസ് ജയിലിലെത്തിയപ്പോൾ 3ാമത്തെ കൺവേർട്ട് ആരാണ്? മിഡ് നൈറ്റിൽ പാട്ടുപാടി പൗലോസും സീലാസും പാട്ടുപാടി. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ വായിച്ച് എളുപ്പം പോകല്ലേ, ശ്രദ്ധിച്ച് വായിക്കണം. അതുവരെ പോൾ ആൻഡ് ബർണബാസ് വെന്റ്. പോൾ അങ്ങനെ പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ ലൂക്കോസ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, വി വെന്റ്, പോൾ, സൈലസ്. 2ാമത്തെ മിഷണറി യാത്രയിൽ ലൂക്കോസും അക്വില, പ്രിസില്ല, സൈലസ്, പോൾ. ഇത് നല്ലൊരു ടീമാ. പക്ഷെ ഇപ്പൊ അടിയുണ്ട് ജയിലിലാണ്. അന്ന് രാത്രിയിൽ ജയിലറും കുടുംബവും ഭവനത്തിൽ വന്നു. അവര് രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ചോദിച്ചത്, വാട്ട് ഷുഡ് ഐ ഡു ടു ബി സേവ്ഡ് എന്നാ ചോദിച്ചത്. വാട്ട് ഷുഡ് ഐ ഡു ടു ബി സേവ്ഡ്? അത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഇഫ് ഐ കം ടു ക്രൈസ്റ്റ് വാട്ട് വിൽ ഐ ഗെറ്റ് എന്നാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ചോദിച്ചത് വാട്ട് ഷുഡ് ഐ ഡു എന്നാ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യുവർ ബിലീഫ് ഷുഡ് ഇമ്പാക്ട് യുവർ വാട്ട്? യുവർ ബിഹേവിയേഴ്സ്. അങ്ങനെ 3ാമത്തെ കൺവേർട്ടും വന്നു. ആ അധ്യായം തീരുന്നത് പൗലോസും സീലാസും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ലിഡിയയുടെ വീട്ടിൽ വന്നു. അവിടെ ആ ചരിത്രം തീർന്നു. ദാറ്റ് ഇസ് എ സെക്കൻഡ് മിഷണറി ട്രിപ്പ്. എന്നാൽ 3ാമത്തെ മിഷണറി ട്രിപ്പിലും പൗലോസ് ഫിലിപ്പിയറിൽ വന്നു. 3ാമത്തെ മിഷണറി ട്രിപ്പിലും പൗലോസ് ഫിലിപ്പിയറിൽ വന്നു. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 21 വാക്യത്തിൽ നമുക്കറിയാം, ഹി came to മാസിഡോണിയ. അത് AD 57. അന്നേരം 6 വർഷത്തിന് ശേഷം പൗലോസ് പിന്നെ എന്ത് ചെയ്തു? എവിടെ വന്നു? ഫിലിപ്പിയ സ്ഥലത്ത് വന്നു. ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തോണേ, കാരണം നമ്മൾ ഇനി വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ
വാക്യത്തിനൊക്കെ ഇതിനുമായിട്ട് ഒരു ബന്ധമുണ്ട് കേട്ടോ. എനിക്കിപ്പോ 6 മാസം അറിയാവുന്ന ഒരാളെ 20 വർഷം അറിയാവുന്ന ഒരാളോട് ലെറ്റർ എഴുതുമ്പോൾ 20 വർഷമായിട്ട് എനിക്ക് ഒരു അഭേദ്യ ബന്ധമുള്ള ഒരാളുമായിട്ട് ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ ആഴം വ്യത്യാസമുണ്ടല്ലേ. പൗലോസിന് ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന സഭയാ. 57 പിന്നെയും വന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് റോമാക്കാരോട് പറയും, I will come to you when I am coming to Macedonia or when I go back from Macedonia. അന്നേരം അവിടെയും ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് ഇറങ്ങാൻ പറ്റുന്ന, എന്നോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരു ഭവനമാണ്, ചർച്ചാണ് മാസഡോണിയൻ ചർച്ച്. ഈ സഭ വേദപുസ്തകത്തിൽ പൗലോസിനെ 3 പ്രാവശ്യം സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോകും. പൗലോസ് ഒരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായം, ഫിലിപ്പിയർ 4-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത്, ഞാൻ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നത്, at the first preaching of the gospel when I left Macedonia, no church shared with me in the matter of giving and receiving, but you alone. നോർത്ത് നോക്കിയേ, ഞാൻ ശുശ്രൂഷ ചെയ്ത് പലയിടത്തും പോയിട്ടും സാമ്പത്തികമായിട്ട് ഞാനുമായിട്ട് ഒരു ബന്ധമുള്ളതാ ഏത് ചർച്ചിനേ ഉള്ളൂ? ഏത് ചർച്ചിനേ ഉള്ളൂ? ഫിലിപ്പിയ സഭയ്ക്ക് മാത്രമേ ഉള്ളത്. ആര് പറഞ്ഞു? പൗലോസ് പറഞ്ഞു. ഈ സഭയെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ പൗലോസ് ഒരൊറ്റ ചർച്ചിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അവരെ കണ്ടുപഠിക്കാൻ. നിങ്ങൾ അവരെ കണ്ടുപഠിക്കാൻ, അവര് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ, അവര് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ. അങ്ങനെ ഒരു ഭയങ്കര ശക്തമായിട്ട് രൂപാന്തരപ്പെട്ട് ശരിക്കും സഭ എന്തായിരിക്കണം, അങ്ങനെയുള്ള ഒരു സഭയാ ഫിലിപ്പിയർ സഭ. അങ്ങനെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട്. ഇനി ഞാൻ പറയുന്ന ബാക്കി ചരിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. 3-ാമത്തെ പ്രാവശ്യം പൗലോസിന് സഹായം ചെയ്യാൻ എപ്പഫ്രൊഡിറ്റസ് എന്ന് പറയുന്ന ആ സഭയിലെ ഒരു എൽഡർ സാമ്പത്തിക സഹായമായിട്ട് റോമിൽ വന്നു. വരുമ്പോഴത്തേക്കിന് ഇത് AD 61-62. AD 61-62. ആ സമയത്ത് പൗലോസ് ജയിലില്ല. എപ്പഫ്രൊഡിറ്റസ് പോയില്ല. പൗലോസിന്റെ കൂടെ നിന്ന് അവിടെ ശുശ്രൂഷ ചെയ്തു. നിന്ന് എപ്പഫ്രൊഡിറ്റസ് രോഗിയായി, അസുഖം പിടിച്ചു. എന്താ അസുഖം എന്ന് എഴുതിയിട്ടില്ല. അത് ഫിലിപ്പിയർ 2-ാം അധ്യായം 26-ഉം 27 വാക്യങ്ങളും വായിക്കാൻ പഠിക്കും. ഞാൻ ഈ പറയുന്നത് ഈ ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പോലും ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ എനി സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് റിട്ടൺ ഇൻ ദ ബൈബിൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കിലോ ഒരു കമന്ററിയിലോ തപ്പി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു റെഫറൻസ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ പ്ലീസ് ടെൽ മീ, ഐ വിൽ ഷെയർ ദ റെഫറൻസ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബി വെരി കോഷ്യസ് ആൻഡ് കെയർഫുൾ ദാറ്റ് ഐ ഷെയർ തിങ്സ് വിച്ച് ഇസ് ദെയർ ഇൻ ദ ബൈബിൾ കേട്ടോ. അന്നേരം എപ്പഫ്രൊഡിറ്റസ് രോഗിയായിട്ട് കടന്നുപോയി. രോഗിയാവും മാത്രമല്ല, പൗലോസൊക്കെ അങ്ങ് ഭയപ്പെടാൻ തോന്നി. എന്താ പറ്റി? മരിച്ചു പോകുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, ദൈവം സൗഖ്യമാക്കി, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അന്നേരം സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ എപ്പഫ്രൊഡിറ്റസ് സൗഖ്യമായെന്നും ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് അയച്ചു തന്ന സഹായത്തിന് നന്ദി പറഞ്ഞതും കൊണ്ട് ഒരു അപ്രിസിയേഷൻ മെയിലാണ്, ഒരു ലെറ്ററാണ് പൗലോസ് അയച്ചിരിക്കുന്നത്. ഹീസ് സെൻഡിങ് എ താങ്ക് യു നോട്ട്. നന്ദി പറഞ്ഞുകൊണ്ട് അയക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. കൊളോസ്യ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ എഴുതുമ്പോൾ അവരുടെ അവിടെ തെറ്റ് കണ്ടിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പൗലോസ് എഴുതിയതാ. പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് എഴുതിയതാ. എന്നാൽ ഫിലിപ്പിയ ലേഖനം ഒരു കറക്ഷനും ഇല്ല. എങ്ങനെ ക്രിസ്തുവിൽ സന്തോഷിക്കണം. പൗലോസിനെ പോലെ ഒരാൾ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ലാത്തൊരു സഭയെന്ന്. നമ്മുടെയൊക്കെ സഭ അങ്ങനായി മാറുന്നു. The unexpected birth, unexpected vision, unexpected transformation which led to a true church. Praise the Lord. അതായിരിക്കണം നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം. 10 വർഷങ്ങൾക്ക് ശേഷം
10 മുതൽ 12 ഈ സഭയെ ജനിച്ചതിന് 12 വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ഈ ലേഖനം ഇവർക്ക് എഴുതുന്നു. എന്നാൽ ഈ സഭയ്ക്ക് എന്തോ ഉണ്ട്? 10 വർഷത്തെ എന്തോ ഉണ്ട്? എക്സ്പീരിയൻസ് ഉണ്ട്. 10 വർഷം കുഴപ്പമൊന്നും ഇല്ലായിരുന്നുണ്ട്. സഭ ജനിച്ചിട്ട് 10 കൊല്ലമായി, കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഓ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരിക്കണം. അവയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രോമിസസ്. ഒരു കാര്യം ഓർക്കണം, പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് 4 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എത്ര ലേഖനങ്ങളാ? 4 ലേഖനങ്ങളാണ്. എഫീഷ്യൻസ്, കൊളോഷ്യൻസ്, ഫിലമോൺ ആൻഡ് ഫിലിപ്പിയൻസ്. എഫീഷ്യൻസ്, കൊളോഷ്യൻസ്, ഫിലോമോൻ ഒറ്റ ഒരാളുടെ കയ്യില ലെറ്റർ കൊടുത്തയച്ചത്. ടൈക്കിക്കേസ് എന്ന് പറയും. മലയാളത്തിൽ തിഹിക്കോസിന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. എന്നാൽ 4ാമത്തെ ലെറ്റർ ആയ ഫിലിപ്പിയൻസ് എഫ്രോഡിസിന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. അതിന്റെ കാരണം മനസ്സിലായല്ലോ എന്താണ്? തിഹിക്കോസും ഫിലോമോനും കൂടെ ചേർന്ന ആദ്യത്തെ 3 ലെറ്ററും കൊണ്ടുപോയത്. 4ാമത്തെ ലെറ്റർ ആരാ കൊണ്ടുപോയത്? എഫ്രോഡിസാ കൊണ്ടുപോയത്. കാരണം എഫ്രോഡിസ് ഫിലിപ്പിയറിൽ നിന്ന് എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇതിന്റെ ഒരു ലാംഗ്വേജിന് ഒരു ഒത്തിരി വ്യത്യാസമുണ്ട്. പൗലോസ് കാരാഗ്രഹ സമയം തീരാറാവുമ്പോൾ എഴുതിയ ലേഖനം. 2 കാര്യങ്ങളോട് ഇന്ന് പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചരിത്രം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചരിത്രം ടച്ച് ചെയ്യാം. Fall in love with learning the word of God. Okay? To understand the word of God rightly, you should know few things. You should know the God of the word. You should know the God of the word. You should know why they wrote it. അത് വളരെ ക്രിട്ടിക്കലാണ്. എന്തിനെഴുതി, ആര് എന്തിനെഴുതി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാവും. മനസ്സിലായി? There is a reason. You should understand the intent of the author. ഞാൻ പറഞ്ഞ മനസ്സിലായോ? You should know why I wrote it. മനസ്സിലായോ? അത് മനസ്സിലാക്കണം. പൗലോസ് ജയിലിലായോണ്ട് കഷ്ടത ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും? പൗലോസ് 1-ാം അധ്യായം എന്റെ 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന 3 കാര്യങ്ങൾ. ബെനിഫിറ്റ് ഓഫ് പോൾ ബീങ് ഇൻ ദ പ്രിസൺ. ബെനിഫിറ്റ്സ് ഓഫ് പോൾ ബീങ് ഇൻ ദ പ്രിസൺ. 3 ബെനിഫിറ്റ് ഞാൻ ക്വിക്ക് ആയിട്ട് പറയാം. ഈ പറയുന്നതെല്ലാം ഇൻട്രൊഡക്ഷൻ കേട്ടോ. നാളത്തോടെ നമ്മൾ വാക്യം വായിച്ച് പഠിക്കുന്നതായിരിക്കും. 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, but I know, brothers, that these things happened to me, which resulted in the advancing of the gospel. So my imprisonment in Christ has become known throughout the entire palace guard and to all the rest. ഞാൻ ജയിലിലായത് നന്നായെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ജയിലിലായത് നന്നായി. കാരണം എന്നാ പറ്റി? ദൈവത്തിന്റെ സുവിശേഷം കൂടുതലായിട്ട് പടർന്നു. അത് കാരണം ഇവിടുള്ള പാലസിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു. ഞാൻ അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടെ ഒന്ന് പറയട്ടെ. ഇന്ന് കോവിഡ് ഉള്ളത് കൊണ്ട് എനിക്ക് ജോലിയിൽ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ പണ്ടത്തെ പോലെ അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നേരം ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി പോയി എന്ന് പൗലോസിനെ പോലെ നമുക്ക് പറയാൻ പറ്റുമോ? This has been good because I understood what my priority is. Praise the Lord. Praise the Lord. ഇത്രയും നാൾ ഓർത്തത് പുറത്തുപോയി എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കണം, സിനിമ ഉണ്ടായിരിക്കണം, ഗെയിംസ് ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ നമുക്ക് പറ്റുമെന്ന് 6 മാസം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ തെളിയിച്ചില്ലേ? We have proved that we can live without that. But one thing that you cannot live without is the gospel and the word of God and the prayer. ഈ ദിവസങ്ങളിൽ അതായിരിക്കണം കൂടുന്നത്. എങ്ങനെ പൗലോസ് ജനത്തിനെ കർത്താവിലേക്ക് നയിച്ചത്? അത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടോണം. ഭടന്മാര് വന്ന് ചങ്ങലയിടും. കാരണം അന്നത്തെ പ്രിസൺ എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലെ ഇങ്ങനെ ഒത്തിരി ബന്ധോസും ഇലക്ട്രിസിറ്റി വയർസും ജയിലും ഒന്നും ഇല്ല. അന്നത്തെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇവരെ ഒരു ഡൺജനിലിടും, എന്നിട്ട് ചങ്ങല ഒരിടത്തിടും, അടുത്തത് ഭടന്റെ മേലിടും. വേദപുസ്തക പഠിതാക്കന്മാരെല്ലാരും പറയുന്നത് there were 8 hours one person will be there. 6 to 8 hours. 6 to 8 hours will be there. പൗലോസ് കൂടെ നിൽക്കുന്നവന് ഓടിപ്പോകാനും പറ്റത്തില്ല. പൗലോസ് അവരോട് ദൈവവചനം പറഞ്ഞു.
അവർ കർത്താവിൽ വന്നു. അതുകൊണ്ടാ പൗലോസ് ഗ്രീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, ദ പീപ്പിൾ ഫ്രം ദ പാലസ് ഓഫ് സീസർ ഇസ് ഗ്രീറ്റിംഗ് യു. അന്നേരം ആ ഒരു ബുദ്ധിമുട്ട് കർത്താവിന് പൗലോസിനെ ഉപയോഗിക്കാൻ പറ്റി. അത് തന്നെയല്ല, പൗലോസ് ജയിലിലായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും കിട്ടത്തില്ലായിരുന്നു. കാരണം അത്ര സ്പീഡായിരുന്നു ഈ മനുഷ്യന്. ഓട്ടമായിരുന്നു. ഇടയ്ക്ക് നിന്നതിന് കാരണം 2000 വർഷമായിട്ടും ഈ പുസ്തകം നമുക്കിന്നും അനുഗ്രഹം. നമ്മുടെയൊക്കെയും കഷ്ടത, നമ്മുടെയൊക്കെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസത്തിൽ കൂടെ ദൈവത്തിന് വലിയ നന്മ പ്രവർത്തിക്കാൻ സാധിക്കും. And that's the book of Philippians. ഞാൻ പറഞ്ഞത് കേട്ടോ. Through your pain, God can make you precious. നിങ്ങളുടെ വേദനയിൽ കൂടെ കഷ്ടത എന്ന് മാറുമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, make me more like you through the pain that I'm going through. അതുകൊണ്ട് നമുക്ക് ഈ ലേഖനം ഉള്ളത്. The pain and the persecution was the best purification for God's people, that they became precious. Praise the Lord. നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടാ. I'm telling you, even diamonds to the sharpest nail is prepared by tremendous pressure. When God is permitting pressure in your life, remember God is making you silver and gold. പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, the advancement of gospel happened because I'm in prison. അയ്യോ, ഇത് എന്ന് തീരുമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവെ, ഞാൻ എന്ന് നിന്നെ പോലെ ആകുമെന്നാ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, intention is to have the ഭാവം of God. 14ാം വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം he said, and a great many brothers in Christ, having become confident because of my imprisonment, and have dared to speak the word without fear. അനേകം പേര് ഞാൻ ജയിലിലായിരിക്കുന്നത് കേട്ടു, ദൈവമക്കള്. അവരൊക്കെ ശക്തിപ്പെട്ടു. അവർക്കൊക്കെ ഇപ്പൊ ദൈവവചനം പറയാൻ യാതൊരു പേടിയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും നാളും വിശ്വാസികൾക്ക് ഒരു അടിയെ കിട്ടിയുള്ളൂ. എന്നാൽ അവരുടെ ലീഡറിന് 50 കിട്ടുന്നെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒന്നും പ്രശ്നമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ ചിരിക്കുവാണെങ്കിൽ സഭയിലുള്ള അനേകം പേര് അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അതാ പൗലോസ് പറഞ്ഞത്. ഞാൻ ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് അനേകം ഭക്തന്മാര് ധൈര്യപ്പെട്ടെന്ന്. നമ്മളായിരുന്നു ഒരു പിറ്റി പാർട്ടി തുടങ്ങിയത്. ചർച്ചയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്റെ വിടുതലിന് വേണ്ടി. സ്വോത്രം. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? പൗലോസ് പറഞ്ഞു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ചിലരുടെയൊക്കെ പ്രാർത്ഥന കണ്ടാൽ ഞാൻ ചില സമയത്ത് അവർക്ക് അവിശ്വാസികൾ ഇതിലും ഭേദമാണല്ലോ എന്നോർക്കും. Be strong in the Lord. Have the joy of the Lord. There should be more joy in more pain. Did you hear what I said? There should be more joy in more pain. Because you see the way of the Lord very differently in the midst of the pain. ദൈവത്തെ ഒരിക്കലും രുചിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേദനയിൽ തിരിച്ചറിയാൻ സാധിക്കും. കഷ്ടതയിൽ തിരിച്ചറിയാൻ സാധിക്കും. അതൊക്കെ പല തലമുറ നിലനിൽക്കാൻ ദൈവം ഉപയോഗിക്കും. So 3 reasons, 3 blessing from his prison. ഒന്ന്, ഒത്തിരി പേര് അവിടെ സീസറിന്റെ കൊട്ടാരത്തിലുള്ള ഒത്തിരി എണ്ണം കർത്താവി വന്നെന്ന്. അല്ല, ഞാൻ ആലോചിച്ചോണ്, അവിടെയുള്ള ഭടയാളി ഓർത്തേന് ഇവനെ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, ഇവനെ ഒരു വർത്താനം നിർത്തത്തുമില്ല. അവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും, പുള്ളി മാനസാന്തരപ്പെട്ട് കർത്താവ് രക്ഷിച്ചു, പ്രൈസ് ദി ലോർഡ്, ഇനി മോനെ നീ പുറത്തോട്ട് ഇറങ്ങണം, തിമോത്തിയോസ് ഒക്കെ ഉണ്ട്, നീ പോയി സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ അടുത്ത പാർട്ടി വന്നപ്പോ പറഞ്ഞു, എന്നാ പിന്നെ ഗോസ്പൽ ഒന്നുകൂടെ തുടങ്ങാമെന്ന്. ഈ പുള്ളിയെ കർത്താവ് 2 കൊല്ലം അവിടെ വെച്ചോണ്ടിരുന്നെന്ന്. There was a huge church which was born, and there was 4 gospels, 4 epistles that was born. ഈ 6 മാസം എന്തെങ്കിലും ജനിച്ചോ നിങ്ങളുടെ വീട്ടിൽ? ഭക്തനായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ജനിച്ചോ വീട്ടിൽ? ദൈവവചനം സ്നേഹിക്കുന്ന ഒരു ദൈവപൈതൽ ജനിച്ചോ വീട്ടിൽ? ഇടവിടാതെ സ്തോത്രം ചെയ്യുന്ന സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജനിച്ചോ? Why
What happened in 6 months? കുടുംബ പ്രാർത്ഥനയൊക്കെ ഇംപ്രൂവ് ചെയ്ത്. What happened? Last 10 minutes, ഈ 4 പുസ്തക അധ്യായത്തിന്റെയും സെൻട്രൽ തീം. ഓക്കെ, ദിസ് ഇസ് ദ വേ വി ഗോയിങ് ടു ലേൺ. ഓക്കെ, 1-ാം അധ്യായത്തിന് ഒരു തീമുണ്ട്, 2-ാം അധ്യായത്തിന് ഒരു തീമുണ്ട്, 3-നും 4-നും ഒരു തീമുണ്ട്. സോ വി ആർ ഗോയിങ് ടു ലേൺ 4 themes. അടുത്ത 4 ക്ലാസ്സുകളിൽ വി ആർ ഗോയിങ് ടു ലേൺ 4 themes. ഓക്കെ, ആ 4 തീം എന്തോന്ന് ഞാൻ പറയുക. ആൻഡ് ഐ വോണ്ട് യു ടു പ്രേ. കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം ആ തീംസ് എന്തോ എന്ന് മനസ്സിലാക്കാൻ. 1-ാം അധ്യായത്തിന്റെ തീം, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? 1-ാം അധ്യായം. അതിന് കുറിവാക്യമായിട്ട് 1-ാം അധ്യായം 21-ാം വാക്യം നമുക്കൊക്കെ കാണാതറിയാവുന്ന വാക്യം അല്ലേ? To live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അത് ലാഘവത്തോടെ പറയല്ലേ. ആ പറയുന്നതിന് ഒത്തിരി ആഴമുണ്ട്. ആ 1-ാം അധ്യായത്തിൽ ഫോർ മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് യേശുവിന്റെ സ്വഭാവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. You going to learn that, okay? For me, my longing is holiness. My longing is God's people. My longing is the church. My longing is to be like Christ. And the central theme that I am a joyful child of God. അതാ 1-ാം അധ്യായം നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കും. But if you tell for you to live as Christ, you will be joyful in Christ. ഞാൻ പറഞ്ഞോട്ടെ, ക്രിസ്തുവിലാ ജീവിക്കുന്നെങ്കിൽ, വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നത് ജീവിതത്തിന്റെ സ്വഭാവവും, ക്രിസ്തുവിൽ സന്തോഷിക്കുന്നത് എന്റെ സ്വഭാവമായി മാറും. Praise the Lord. Praise the Lord. എന്റെ 11 കീവയിൽ ഞാൻ തൊട്ടു, എന്നെ ഷോക്ക് അടിച്ചു, പക്ഷെ കയ്യിൽ ഒരു പൊടിക്ക് പോലും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോ പറയും? എന്നോ പറയും? ഓ, തോന്നിയതാ ബ്രദറെ, അത് 11 കീവ് ആയിരുന്നെ ബ്രദറെ ചത്തുപോയേനെ, കരിഞ്ഞു പോയേനെന്ന്. ദൈവം തൊട്ടതാന്ന് പറഞ്ഞിട്ട് പാപത്തിൽ ജീവിക്കാൻ ഒരു ഉടുപ്പും ഇല്ലെങ്കിൽ ദൈവം തൊട്ടതാന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ? How are we deceiving ourselves when you say a holy God touched you and you are not bothered about living unholy? What is the purpose of Christian life? Joyful, victorious, blameless, perfect, to be like my Father. എത്ര അപ്പന്മാർക്ക് സന്തോഷമുണ്ട് മോനെ കാണുമ്പോ, നിങ്ങളെ പറിച്ചു വെച്ചിരിക്കുകയാണ്, അതുപോലെ ഇരിക്കുന്ന ഫോട്ടോ കോപ്പിയാണ്. ഏതപ്പനെ വിചാരിക്കുന്ന ഷോ എന്നെ പോലെ ആകണ്ടായിരുന്നു. All dads will tell, wow, same way your heavenly Father want you to look like him. Did you hear what I said? അതാ 1-ാം അധ്യായം. 2-ാം അധ്യായം, പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക. Who's your hero? ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക, the pattern of Christian life. ഞാൻ വളരെ ഭക്തനാന്ന് വിചാരിച്ച ഒരു മനുഷ്യനായത്, നിങ്ങളുടെ ജീവിതം കണ്ടില്ലേ? ആരാ നിങ്ങളുടെ മാതൃക? ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് പേഴ്സണൽസ്, ഭക്തന്മാരായ മനുഷ്യർ? ആരാ? Who's your model? Who's your pattern? And what should be your pattern? അതാ 2-ാം അധ്യായം. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയിലുള്ള യൂണിറ്റി, സഭയിലുള്ള ഫെലോഷിപ്പ്, ഹൗ ടു ഓവർകം പ്രൈഡ്, ഹൗ ടു ബി ഹംബിൾ. ഞാൻ പറഞ്ഞു കേട്ടോ, ഹൗ ക്യാൻ യു ബി യൂണിഫൈഡ് ഇൻ ക്രൈസ്റ്റ്? ഹൗ ക്യാൻ വി ഓവർകം ജെലസി, ആങ്കർ, ബിറ്റർനെസ്? എന്താണ് ഫെലോഷിപ്പ് ഇൻ ക്രൈസ്റ്റ് മീൻസ്? What is humility? How to overcome pride? ഒട്ടിപ്പിടിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ ഉള്ളി പൊളിക്കുന്നത് പോലെ you have to take it again and again. Self and pride. Did you hear what I said? Self and pride. Unless you change the pattern of God, pattern of your life, you can never overcome those 2 things. അതാ 2-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. How do you overcome
selfishness and pride and walk in humility, in fellowship. സഭയില് എനിക്കിഷ്ടമില്ലാത്തൊരു പാട്ട് പാടിയ ചർച്ചയിൽ നിന്ന് പോകുന്ന ഒരു സെൻസിറ്റീവ് ലോകത്തേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുക. ആ പാട്ടിന് ഗിറ്റാർ ഇച്ചിരി കൂടുതൽ വായിച്ചത്. എങ്ങനെയുണ്ട് ആരാധന? ഇന്നത്തെ നല്ലായിരുന്നു. We are measuring everything on a measuring scale. In midst of that, what should be the pattern of Christian life? അത് രണ്ടാമത്. So purpose, pattern. മൂന്നാമത് അധ്യായം. What is the price of Christian life? എന്താണ് എന്റെ നിക്ഷേപം എന്താണ്? അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ പറയുന്നത് പോലെ എനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്തുവാണ്? ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്തുവാണ്? എന്തോ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസം പഠിച്ചു, പ്രാർത്ഥിച്ചു, ജീവിച്ചു. What are we aiming at? എന്താ നിത്യത? What is the real price? If you really know the price that you are running against, you will be ready to give any price for Christian life. Did you hear what I said? ക്രിസ്തീയ ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായാൽ സർവ്വതും ചപ്പും ചവറും എന്നെണ്ണാൻ സാധിക്കും. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? നാലാം അധ്യായം, വാട്ട് ഈസ് ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? വാട്ട് ഈസ് ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? മൂന്നാം അധ്യായത്തിന്റെ കുറിവാക്യം, ഓക്കെ, ഞാൻ രണ്ടിന്റെയും കുറിവാക്യം പറയാം. ഒന്നാം അധ്യായത്തിന്റെ കുറിവാക്യം 1:21. That's a purpose of Christian life. രണ്ടാം അധ്യായത്തിന്റെ കുറിവാക്യം 2:5. To be like-minded like Christ. That's a pattern of Christian life. മൂന്നാം അധ്യായത്തിന്റെ കുറിവാക്യം 3-ാം അധ്യായം 14-ാം വാക്യം. I press towards the goal to the price of high calling of Jesus Christ. കേട്ടോ? I press towards the goal to the price. ഒരു പ്രൈസിന് വേണ്ടി ഞാൻ ഓടുക. Of a high calling. ഇത് ഭൂമിയിലുള്ള ഓട്ടമല്ല. God in Christ Jesus. ഒരു വ്യത്യസ്തമായ ഓട്ടമാണ്. Praise the Lord. നാലാം അധ്യായത്തിൽ പവർ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്ന എന്താ നിങ്ങൾ വിചാരിച്ച്? ഭൂതം ബാധിച്ച് 2 പേരെ കൊണ്ടുവന്നു, എന്നെ കണ്ടപ്പോഴേ ഭൂതം ഓടിയെന്ന്. ക്യാൻസർ ബാധിച്ച ഒരു രോഗം വന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ സൗഖ്യമായ. അതാണോ പവർ? Is that the power of Christian life? Is that the power of gospel? ഫിലിപ്പിയർ 4:10 പറയുന്നത് I will learn to be content in every situation. 13-ാം വാക്യത്തിൽ പറയുന്നത് I can do all things through Christ Jesus who strengthens me. ഏതവസ്ഥയിലും ക്രിസ്തുവിൽ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പഠിച്ചു. എന്നിട്ട് 13-ാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സർവ്വതും ക്രിസ്തുവിൽ സന്തോഷിക്കാൻ പഠിച്ചെന്ന്. കഷ്ടതയുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എപ്പോഴും ചിരിച്ചോടെ ഹൃദയത്തിൽ സന്തോഷിക്കാൻ ഞാൻ പഠിച്ചു. ലേൺ ടു ബി കണ്ടന്റ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പിശാചിന്റെ ഏറ്റവും ഷാർപ്പസ്റ്റ് ആരോ ഇസ് ഡിസ്കണ്ടന്റ്മെന്റ്. നെവർ ഹാപ്പി, നെവർ സാറ്റിസ്ഫൈഡ്. എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും ഐ എം സോ ഹാപ്പി അറ്റ് ദിസ് സ്റ്റേറ്റ്, ഐ എം വെരി കണ്ടന്റ്? ഹൗ ടു ബി കണ്ടന്റ്? 4-ാം അധ്യായം. How to be content. What is the power? Then a purpose of Christian life, pattern of Christian life, the price of Christian life, and the power of the gospel. The 4 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ 4 വാക്യങ്ങൾ. Chapter 1 verse 21, chapter 2 verse 5, chapter 3 verse 14, chapter 4 verse 13. ലാസ്റ്റ് 3 minutes ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പൗലോസിന് വളരെ സ്നേഹമുള്ള ഒരു സഭയോട് ജയിലിൽ നിന്ന് 10 വർഷത്തിന് ശേഷം ഇടയ്ക്കൊന്ന് കാണാൻ പോയിട്ടുണ്ട്. സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ് സന്തോഷത്തിൽ എഴുതിയ, ഒരു കുറ്റവും കണ്ടുപിടിക്കാതെ താങ്ക് യു പറയാൻ അയച്ച ഒരു ലെറ്റർ. It will transform your life if you understand the essence of it. നമുക്ക് 4ാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്കിന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നല്ല ചെയ്തി വേണേ. Because we want to be celebrating your Christ. It is all about that. അല്ലേ പിന്നെ എന്തിനാ ഈ ഭാരം? You should be happy, you should be joyful. എന്തിനാ ഞാൻ എന്നോട് പറഞ്ഞതുപോലെ പറയാ,
ഫിലിപ്പിയർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ക്യാപ്സ്യൂൾ പോലെ കഴിച്ചു വച്ചിരിക്കാൻ മറക്കാതിരിക്കണ്ട. Remember, there's a joy in the Lord. And why are we learning it? Why are we learning it? നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ക്രിസ്തുവിലുള്ള ഭാവം നമ്മൾ ഉണ്ടാകും. That I will be like-minded like Christ. Can you imagine? സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മനോഭാവം മനസ്സിന്റെ ഉള്ളിലിരുന്ന, what else do I need in life? That should be our calling. God bless you. If God helps, His coming is late. Tomorrow we'll continue chapter 1. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിലൂടെ ഫിലിപ്പിയ